കാത്തിരുന്ന താരമാണ്. നമ്മളേറെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്ന ആളാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഭാഗമായിട്ട്, അതിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ആണ്. ഇന്ന് ആസിഫ് അലി, അതുപോലെ തന്നെ അമല പോൾ, സെയിം ടൈം ഷെറഫുദ്ദീൻ, ഈ 3 പേരും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഒരു ചിത്രമാണ്. ഇന്ന് അതിൽ വേറെ സന്തോഷം, നമ്മുടെ ആസിഫിന്റെ പടത്തിന് നല്ല റെസ്പോൺസ് ആണ്. അത് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാക്കി. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മറ്റൊരു ഗസ്റ്റോടെയാണ് വിശാൽ. വിശാലിനെ എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ദുൽഖറിന്റെ സിനിമയിലൂടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായി മാറിയ സംഗീത സംവിധായകനാണ് സീതാരാമം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ. പിന്നെ അതിലൊക്കെ ഉപരി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കുറേ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാനെത്തിയ ഒരു വലിയ പ്രൊഡ്യൂസർ നമ്മളോടൊപ്പം ഉണ്ട്. അഭിഷേക് ഫിലിംസിന്റെ രമേശ് പി പിള്ള സർ. ഒരു പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ലായിരിക്കാം, ഒരു ചെറിയൊരു സംഭവം പൊട്ടിച്ചാലോ വിനു? നമ്മുടെ റാം എന്ന് പറയുന്ന ചിത്രം ലാലേട്ടന്റെ, നമ്മളെല്ലാവരും അതിന്റെ എപ്പോഴാണ് ഇതിന്റെ റിലീസ് വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിയുന്നത് ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ആ റാം എന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹം. പക്ഷേ നമ്മുടെ ലെവൽ ക്രോസ് ആണ് അദ്ദേഹത്തിന്റെ ആദ്യമായി റിലീസ് ചെയ്യുന്ന മലയാള ചിത്രം. അതിനുശേഷം ഒരു പിടി സിനിമകൾ കാത്തിരിക്കുകയാണ് അഭിഷേക് ഫിലിംസിൻ്റെതായി. ഇന്ദിര, എതിരെ, പിന്നീട് ഓരോ ചിത്രങ്ങളുണ്ട് റാമിന് ശേഷവും. ഓക്കെ, അപ്പൊ നമ്മുടെ ലെവൽ ക്രോസിന്റെ സംവിധായകൻ അർഫാസ് അയൂബ്, ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ജിത്തു ജോസഫ് സാറിന്റെ എല്ലാ ചിത്രങ്ങളിലും, ഈ വരാൻ പോകുന്ന റാം അടക്കമുള്ള ചിത്രങ്ങളുടെ എല്ലാം പ്രധാന സംവിധാന സഹായിയാണ്, ചീഫ് ഡയറക്ടർ അസോസിയേറ്റ് അദ്ദേഹമാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ് ആള് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന, റിലീസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും ലെവൽ ക്രോസ്. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ടുണീഷ്യയിലാണ് ഷൂട്ട് ചെയ്യപ്പെട്ടത്. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സിനിമ തന്നെ ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്യുന്നത് ഈ ചിത്രമായിരിക്കും ലെവൽ ക്രോസ്. അങ്ങനെ കുറേയധികം, പിന്നെ ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരെല്ലാവരും എടുത്താലും ഗംഭീരമായിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ്. അപ്പൊ ഇന്ന് ഈ ചിത്രത്തെ പറ്റിയും നമ്മളുടെ അമലയുടെ ഇതിൽ റോളിനെ പറ്റിയും ഒക്കെ സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. എന്താണ് നമ്മളുടെ ചിത്രത്തെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ? ഇന്ന് ആസിഫിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല, കാരണം ആസിഫിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊമോഷൻസ് നമ്മൾ ഇനി വീണ്ടും വെക്കുന്നുണ്ട്. അമല പോളിനെയും വിശാലിനെയുമാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അമല പോൾ നമുക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റിലീസിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കിയതെന്ന്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിന്റെ ഫസ്റ്റ് ഡയറക്ടറോട് തന്നെ സംസാരിക്കാൻ പറയാം, എന്താണ് ഈ ചിത്രം, പിന്നെ നമ്മുടെ അഭിഷേക് ഫിലിംസിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദമാക്കി തരണം. ഫസ്റ്റ് പ്രസ് മീറ്റ് കൂടെയാണ് അർഫാസിന്, അപ്പൊ തകർക്കും. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് അർഫാസ്, ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറാണ്. എൻ്റെ ഡെബ്യൂ ഫിലിമാണ്. അമല പറഞ്ഞ പോലെ ഇതിൻ്റെ ഡെബ്യൂ പ്രസ് കോൺഫറൻസുമാണ്. വിശാൽ ചന്ദ്രശേഖരൻ്റെ ഫസ്റ്റ്, അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ, ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്. ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റ് ആണ്. ആ ഡെബ്യൂട്ടൻ്റ് മറ്റാരുമല്ല, അമല പോളാണ്. അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ സിനിമയ്ക്ക് ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഷീ സാങ് ഇറ്റ് റിയലി വെൽ. സോങ് ഉടനെ തന്നെ ലൈവ് ആകും, അപ്പം നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക. ആദ്യം തന്നെ അമല ഈ പാട്ട് പാടിയതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. Let the guru speak. Hi, my name is Vishal Chandrasekhar. Previously, I had scored music for Sita Rama, and that was translated from Telugu. I'm really happy to do my debut under Arfaz's direction, and it's a very, very prestigious moment for me to get an entry into Malayalam film industry through this with the awesome Amala Paul and Asif Ali and Sharafuddin. So it's a really honor to be here. And during recording the song, I was recording from
is it okay if I speak in Tamil? Sure, sure. Tamil, okay. ஸோ நான் வந்து இதில் ஹைதராபாத்தில் இருக்கும்போது மேம் வந்து கொச்சின்ல இருந்தாங்க அண்ட் வி ரெக்கார்டட் த்ரூ அ ரிமோட் கான்ஃபரன்ஸ். ஸோ இட் வாஸ் அ வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ். ஏன்னா அவங்க ஃபேஸ் டு ஃபேஸ் நம்ம பார்த்துக்கல, பட் ஐ திங்க் ஐ கன்வேட் எவ்ரி திங் கரெக்ட்லி அண்ட் ஷீ ஆல்சோ அண்டர்ஸ்டுட் அண்ட் பட் ஷீ வாஸ் வெரி வெரி சின்சியர் வித் த ஹோல் ப்ராசஸ். அண்ட் நிறையா தடவை பாட்டு வந்து கேட்டுட்டு வந்திருந்தாங்க அண்ட் நல்லா ப்ராக்டிஸும் பண்ணியிருந்தாங்க. அண்ட் ஐ வாஸ் அமேஸ்ட் டு see an actor sing so well. ஏன்னா சில பொடி பொடி சங்கதியெல்லாம் ரொம்ப அழகாக பாடியிருந்தாங்க. I had fun recording her. I thought, see, generally I have recorded a lot of singers, but for very few actors I've recorded. And for me, she's a really good singer. So I was very, very happy recording her. And it was a wonderful experience. Arfaz was there, studio la irundar avaru da, and avaru enjoy pannirupar nanikken. And nalla fun, it was good fun to record her, and I'd like to hear from you. ഗുഡ് ഈവനിങ് എവ്രി വൺ. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ 9th month പ്രഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ, ഓഫ് കോഴ്സ്. And thank you so much. First of all, thanks to Arfaz for making me a part of a project like this. And also അതിലും എനിക്ക് അർഫാസിന് ഞങ്ങളൊരു ലൈവ് സൗണ്ട് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പം അവിടെ ട്യൂണീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും. അപ്പം അത് മാറാൻ വേണ്ടി കുറേ നേരം ഇരിക്കും. അപ്പം ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ബിഗിനിങ് തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു വൈ ഡോണ്ട് യു സിംഗ്. പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് മൊമെന്റിന് എനിക്കൊരു കോൺഫിഡൻസ്, ഓക്കെ ഐ സീ അർഫാസ്, ഐ സീ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് പ്രഗ്നന്റ്, മാരേജ് ഹാപ്പൻ, ആൻഡ് സംഹൗ ഐ തിങ്ക് ഫിലിം റിലീസ് ആവാറായി. അപ്പോൾ പിന്നെ അർഫാസ് സംസാരിച്ചപ്പോൾ ഐ വാസ് ഇൻ മൈ 9th month. ആൻഡ് ദെൻ എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം, ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി. എന്നോട് ഓക്കെ ഐ ഗിവ് ഇറ്റ് എ ട്രൈ. എന്തായാലും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡഡ് ദിസ് സോങ്. ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ. I don't think, like I would have been this comfortable with anybody else. കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ്. അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട്, ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി. ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ, നോട്ട് ബാഡ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ. എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വൈ ഡോണ്ട് യു സിംഗ് എ സോങ്, വൈ ഡോണ്ട് യു സിംഗ് എ സോങ്. ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അപ്പം അത്ര വലിയ പാട്ടായിരുന്നല്ല. I think it has come out okay, but it was a very a moment that I would always cherish.